ഹായ്, നമ്മൾ ചെറുപ്പം മുതലേ തന്നെ ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഹോളിവുഡിലും മാർവൽ, DC, അതുപോലെ തന്നെ ഒരുപാട് കാർട്ടൂൺസും. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ബോളിവുഡിൽ കുറേ സൂപ്പർ ഹീറോ പടങ്ങൾ ഇറങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും എന്തോ നമുക്ക് അങ്ങോട്ട് രസിപ്പിക്കുന്നതായിരുന്നില്ല. എന്നാൽ മലയാള സിനിമ ഇന്ന് ഒരു പുതുമയായിട്ടാണ് എത്തിയിരിക്കുന്നത്. മിന്നൽ മുരളിക്ക് ശേഷം ഇതാ ഒരു സൂപ്പർ ഹീറോ സിനിമ, ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ഡൊമിനിക് അരുണാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റണ്ണിംഗ് സിനിമാറ്റോഗ്രാഫി, പവർഫുൾ ഫ്രെയിംസ് ആൻഡ് എ കാസ്റ്റ് ദാറ്റ് ലിവ്ഡ് ദെയർ റോൾസ്, എസ്പെഷ്യലി കല്യാണി പ്രിയദർശൻ. ഒരിക്കലും എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു വുമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമ ഇത്രയധികം ജനലക്ഷങ്ങളുടെ മനസ്സ് കവരുമെന്ന്. എസ്പെഷ്യലി കല്യാണി പ്രിയദർശൻ്റെ സ്റ്റൺസ് ആൻഡ് ദ വേ ഷി ആക്റ്റഡ് ആസ് എ സൂപ്പർ ഹീറോ ഇൻ ലോക. കല്യാണി പ്രിയദർശൻ മാത്രമല്ല, നസ്ലിൻ, സാൻഡി, അരുൺ, ചന്തു ഇവർക്കൊപ്പം ഒരു വൻ താരനിര അടങ്ങുന്ന ക്യാമിയോസും ഡൊമിനിക് അരുൺ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക സിനിമയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഡൊമിനിക് അരുണിൻ്റെ ബ്രില്യൻസ്, ക്രിയേറ്റിവിറ്റിയുടെ പീക്ക് കാണിച്ചിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആയിരുന്നു ലോക എന്ന സിനിമ. ഓരോ ക്യാമിയോസിൻ്റെ പ്ലേസ്മെൻറ്റ്, ഓരോ കാസ്റ്റിംഗ്, ഓരോ ലൈൻസ് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഒരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കറക്റ്റ് വേവ് ലെങ്ത്തിലാണ് ആ സ്ക്രീൻ പ്ലേ രചിച്ചിരിക്കുന്നത്. പല സിനിമകളിലും ഈ ക്യാമിയോ ഇൻട്രൊഡക്ഷൻസ് ഫ്ലോപ്പ് ആവാറുണ്ട്. എസ്പെഷ്യലി ഒരു സൂപ്പർ ഹീറോ സിനിമയാകുമ്പോൾ പറയേണ്ടതുണ്ടോ? പല ഓഡിയൻസും വിചാരിക്കും ഇങ്ങനെ ക്യാമിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഫ്ലോപ്പ് ആവാം. പക്ഷേ അതിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരിക്കുകയാണ് ഡൊമിനിക് അരുൺ എന്ന ഡയറക്ടർ. ഓരോ ക്യാമിയോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഓഡിയൻസിൻ്റെ ഉള്ളിൽ നിന്നൊരു ബ്ലാസ്റ്റ് ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഡൊമിനിക് അരുൺ അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫ്രെയിംസ് അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതുപോലുള്ള രീതിയിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസേഷൻസ് ലഭിച്ചിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ട്, ആക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്. പക്ഷേ ഈ ക്രിട്ടിസൈസ് ചെയ്ത ഓരോ വ്യക്തിക്കുമുള്ള മറുപടിയാണ് 2025 ഇറങ്ങിയ ഓരോ മലയാള സിനിമയും. അതിലൊരു ചെറുതൂവൽ പോലെ ഇപ്പോൾ ഇതാ ലോക.